കുറച്ച് നാൾ മുമ്പ് അക്വേറിയം ഷോപ്പിൽ നിന്ന് ഈ 3 മെഡിസിനുകൾ വാങ്ങിയെന്ന് പറഞ്ഞ് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയിൽ ഈ 3 മെഡിസിനുകളും ഏതൊക്കെ ഡിസീസുകളെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നതെന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്, ഡോസേജ് കാര്യങ്ങളൊക്കെ. പക്ഷേ ഒരു കാര്യം മാത്രം നമുക്ക് ക്ലിയർ ആയിട്ടുണ്ടായിരുന്നില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ബോട്ടിലിലും യൂസ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻറ്റ് എന്താണെന്നുള്ളത്. അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. നമുക്ക് ഇപ്പോൾ ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ട് ഓരോ ബോട്ടിലും ഏതൊക്കെ ഇൻഗ്രീഡിയൻ്റ് ആണ് അല്ലെങ്കിൽ ഏത് കമ്പോണൻ്റ് ആണ് അവർ യൂസ് ചെയ്തേക്കണമെന്നുള്ളത്. നമുക്കറിയാം പല ഡിസീസുകൾക്കായിട്ട് അല്ലെങ്കിൽ ഫംഗൽ ഇൻഫെക്ഷൻ, പാരസൈറ്റ് ഇൻഫെക്ഷൻ, ബാക്ടീരിയൽ ഇൻഫെക്ഷൻ, ഇത്തരം കാര്യങ്ങൾക്കൊക്കെ പല മെഡിസിൻസ് യൂസ് ചെയ്യുന്നുണ്ട്. മെത്തലിൻ ബ്ലൂ, ആക്രിഫ്ലാവിൻ, അതുപോലെ മാലക്കൈറ്റ് ഗ്രീൻ. ഇതിനെല്ലാത്തിനും സ്പെസിഫിക് ആയിട്ട് ഒരു കളറും ഉണ്ട്. ഇപ്പോൾ ഈ ബോട്ടിൽ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, യെല്ലോ ബോട്ടിൽ, ബ്ലൂ ബോട്ടിൽ, ഗ്രീൻ ബോട്ടിൽ. ഈ യെല്ലോ ബോട്ടിലിനകത്ത് യെല്ലോ ലിക്വിഡാണ്, ബ്ലൂവിനകത്ത് ബ്ലൂ ലിക്വിഡാണ്, ഗ്രീനിനകത്ത് ഗ്രീൻ ലിക്വിഡാണ് വരുന്നത്. മീനുകൾ ട്രീറ്റ് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ആക്രിഫ്ലാവിൻ, അതുപോലെ തന്നെ മെത്തലിൻ ബ്ലൂ, അതുപോലെ മാലക്കൈറ്റ് ഗ്രീൻ, ഇതിനൊക്കെ അതിൻ്റേതായിട്ടുള്ള കളറുകളും ഉണ്ട്. അപ്പോൾ കളറിൻ്റെ ആ ഒരു പോയിന്റും വെച്ച്, അതുപോലെ തന്നെ ഏതൊക്കെ ഡിസീസുകൾ ക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത് എന്നുള്ളതും വെച്ച് നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ട് ഇതിനകത്ത് എന്തൊക്കെയാണ് ഉള്ളത് എന്നുള്ളത്. പക്ഷേ ഇവരിത് ലേബൽ ചെയ്തിട്ടില്ല. ലേബൽ ചെയ്യാത്തടത്തോളം കാലം നമുക്ക് ഇന്നതാണെന്ന് കൺഫേംഡ് ആയിട്ട് പറയാൻ പറ്റില്ല. എങ്കിലും നമുക്ക് മനസ്സിലായിട്ടുണ്ട് എന്തൊക്കെയാണ് ഇതിനകത്ത് വരാൻ സാധ്യതയുള്ളതെന്നുള്ളത്. ഓരോ ബോട്ടിലും സെപ്പറേറ്റ് സംഭവങ്ങളാണ് ഉള്ളത്. അതുപോലെ തന്നെ ഒരു സിംഗിൾ കെമിക്കൽ തന്നെയാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇത് കൃത്യമായിട്ട് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഓൺലൈനിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയിരുന്നു. ഓൺലൈനിലും ക്ലിയർ ആയിട്ട് പറയുന്നില്ല ഓരോ ബോട്ടിലും എന്ത് കെമിക്കലാണ് അവർ യൂസ് ചെയ്യുന്നത് എന്നുള്ളത്. ഈ മെത്തലിൻ ബ്ലൂ, മാലക്കൈറ്റ് ഗ്രീൻ എന്നൊക്കെ പറയുന്നത് കെമിക്കൽസ് ആണ്. അതായത് അത് സിന്തറ്റിക് ആണ്, അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ആണ്, മാൻമെയ്ഡ് ആണ്. ഇപ്പോൾ ഉപ്പ് എന്നൊക്കെ പറയുന്നത് നാച്ചുറൽ കെമിക്കലാണ്. എന്നാൽ ഇത്തരത്തിലുള്ള മെത്തലിൻ ബ്ലൂ, ആക്രിഫ്ലാവിൻ അല്ലെങ്കിൽ ഈ മാലക്കൈറ്റ് ഗ്രീൻ എന്നൊക്കെ പറയുന്നത് ലാബോറട്ടറിയിൽ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളതാണ്. അതായത് ആർട്ടിഫിഷ്യൽ ആണ്, അല്ലെങ്കിൽ സിന്തറ്റിക് ആണ്, മാൻമെയ്ഡ് ആണെന്നൊക്കെ നമുക്ക് പറയാം. അപ്പോൾ ആദ്യത്തെ ഒരു യെല്ലോ ബോട്ടിൽ, മിസ്റ്റർ യെല്ലോ എന്നാണ് ഇതിൻ്റെ പേര്. ഫ്രണ്ടിൽ എഴുതിയിരിക്കുന്നത് ആൻറ്റിസെപ്റ്റിക് എന്നാണ്. അപ്പോൾ ഇതിൻ്റെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ആൻറ്റിസെപ്റ്റിക് എന്നാണ്. ആൻറ്റിസെപ്റ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മുറിവൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ, അൾസർ പോലുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ പെട്ടെന്ന് അത് ഡിസ്ഇൻഫെക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ യൂസ് ചെയ്യുന്നത്. ഈ ഫംഗസ്, ഗിൽ റോട്ട്, ഫിൻ റോട്ട് പോലുള്ള സംഭവങ്ങളൊക്കെ വരുമ്പോൾ ഈ ഫംഗസും അതിൻ്റെ ഭാഗമായിട്ട് വരാറുണ്ട്. പിന്നെ ഈ ഗിൽ റോട്ടിൻ്റെയും ഫിൻ റോട്ടിൻ്റെ ഒക്കെ ഭാഗമായിട്ട് ശരീരത്തിൽ മുറിവുകളും വരാറുണ്ട്, അൾസർ പോലെയൊക്കെ. അപ്പോൾ ഇത്തരത്തിലുള്ള ആൻറ്റിസെപ്റ്റിക്കുകൾ വളരെ യൂസ്ഫുൾ ആണ്. പിന്നെ പുറകെ നോട്ടായിട്ട് എഴുതിയിട്ടുണ്ട് ഇത് മൈൽഡ് ഫംഗിസൈഡ് ആണ്, അതുപോലെ തന്നെ ബാക്ടീരിയസൈഡ് ആണെന്നുള്ള കാര്യം. അപ്പോൾ ഇതിൽ എന്താണ് എന്നുള്ളത് നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ട്. ആക്രിഫ്ലാവിൻ പോലെ എന്തോ ആണ് ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ആക്രിഫ്ലാവിൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ഒരു മൈൽഡ് ആൻറ്റിസെപ്റ്റിക് ആണ്, അതുപോലെ തന്നെ ഫംഗിസൈഡും ബാക്ടീരിയസൈഡും ആണ്. മീനുകളുടെ സ്ട്രെസ് കുറയ്ക്കാനൊക്കെ യൂസ് ചെയ്യാറുണ്ട്, മെയിനായിട്ട് ഈ ട്രാവലിംഗ് സമയത്തൊക്കെ. നിങ്ങൾ അക്വേറിയം ഷോപ്പുകളിലൊക്കെ കണ്ടു കാണും മീനുകളെ പാക്ക് ചെയ്യുന്ന സമയത്ത് ഒരു യെല്ലോ ലിക്വിഡ് ഒഴിക്കുന്നത്. അത് ഈ ആക്രിഫ്ലാവിൻ ആണെന്നുള്ള കാര്യം എനിക്ക് അറിയില്ലായിരുന്നു. നമുക്കൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു ഇന്നതാണ് സാധനം എന്ന് പറഞ്ഞിട്ട്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇത് ആക്രിഫ്ലാവിൻ ആണെന്നുള്ളത്. അപ്പോൾ നമുക്ക് കിട്ടിയ ഒരു ഐഡിയ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ആക്രിഫ്ലാവിൻ പോലെ എന്തോ ആണ് ആഡ് ചെയ്തിട്ടുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കൃത്യമായിട്ട് അവർ ലേബൽ ചെയ്യാത്തത് കൊണ്ട് നമുക്ക് ഉറപ്പിച്ച് പറയാനായിട്ട് സാധിക്കില്ല. ആക്രിഫ്ലാവിൻ്റെ കളർ എന്ന് പറയുന്നതും ഇതേ കളർ തന്നെയാണ്, യെല്ലോ കളറാണ്. ഇനി രണ്ടാമത്തെ ഈ ഒരു ബോട്ടിൽ, ഇത് മിസ്റ്റർ ബ്ലൂ ആണ്. ഇതിൻ്റെ ഫ്രണ്ടിൽ എഴുതിയിരിക്കുന്നത് ആൻറ്റി ഫംഗൽ എന്നാണ്. കളറ്, ഇതിൻ്റെ ബോട്ടിലിൻ്റെ കളർ ബ്ലൂ ആണ്, ലിക്വിഡിൻ്റെ കളറും ബ്ലൂ തന്നെയാണ്. ഇത് നമുക്ക് ഏകദേശം കൺഫേംഡ് ആണ് ഇതിനകത്ത് മെത്തലിൻ ബ്ലൂ ആണെന്നുള്ള കാര്യം. കാരണം ഇത് ആൻറ്റി ഫംഗൽ ആണ്, അതുപോലെ തന്നെ ആൻറ്റി പാരസൈറ്റ് ആണ്. ഇച്ചിനും വൈറ്റ് സ്പോട്ട്, അതുപോലെ തന്നെ നമ്മുടെ ഫംഗസിന് വേണ്ടിയിട്ടാണ് ഈ ഒരു മെത്തലിൻ ബ്ലൂ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ബോട്ടിൽ എഴുതിയിരിക്കുന്നത് അത് തന്നെയാണ്. പിന്നെ അക്വേറിയം ഷോപ്പിൽ നിന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് മെത്തലിൻ ബ്ലൂ ആണെന്നുള്ള കാര്യം. പക്ഷേ ഇതിനെ ലേബൽ ചെയ്തിട്ടില്ല. അതായത് ഇതിൻ്റെ പുറകിൽ അവർ ലേബൽ ചെയ്തിട്ടില്ല ഇതിനകത്തുള്ള ഇൻഗ്രീഡിയൻറ്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആഡ് ചെയ്തിട്ടുള്ളത് മെത്തലിൻ ബ്ലൂ ആണെന്നുള്ളത്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതിൻ്റെ പേര്, അതായത് മിസ്റ്റർ ബ്ലൂ, പിന്നെ ബോട്ടിലിൻ്റെ കളർ, ലിക്വിഡിൻ്റെ കളർ, പിന്നെ ഇതിൻ്റെ ഫംഗ്ഷൻ എന്താണെന്നുള്ളത്, ഇത്രയും കാര്യങ്ങൾ വെച്ചാണ് നമ്മളിത് നോക്കുന്നത്. അപ്പോൾ മിസ്റ്റർ ബ്ലൂ എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കുന്നത് അതിനകത്ത് ആഡ് ചെയ്തിട്ടുള്ളത് മെത്തലിൻ ബ്ലൂ ആണ്. ഇനി അവസാനത്തെ ബോട്ടിൽ എന്ന് പറയുന്നത് മിസ്റ്റർ ഗ്രീൻ ആണ്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ബോട്ടിലിൻ്റെ കളറ് ഗ്രീൻ ആണ്, ലിക്വിഡിൻ്റെ കളറും ഗ്രീൻ ആണ്. ഫ്രണ്ടിൽ എഴുതിയിരിക്കുന്നത് വൈറ്റ് സ്പോട്ടിന് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെൻറ്റിനാണ് ഇത് യൂസ് ചെയ്യുന്നതെന്നാണ്. പുറകിൽ നോക്കിയപ്പോൾ നമ്മുടെ മെത്തലിൻ ബ്ലൂ പോലെ തന്നെയാണ് ഇച്ച്, വൈറ്റ് സ്പോട്ട്, ഫംഗസ്, ഈ 3 കാര്യങ്ങൾക്ക് തന്നെയാണ് ഇതും യൂസ് ചെയ്യുന്നത് മിസ്റ്റർ ഗ്രീൻ. പക്ഷേ ഇത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് കുറച്ച് ടോക്സിക് ആണെന്ന് അവർ എഴുതിയിട്ടുണ്ട്. നമ്മൾ യൂസ് ചെയ്യുമ്പോൾ സൂക്ഷിക്കണം, അവർ പറഞ്ഞ ഡോസേജ് മാത്രമേ കൊടുക്കാവൂ. കൂടുതലായി കഴിഞ്ഞാൽ മീനുകൾക്ക് ടോക്സിക് ആണ്. അതുപോലെ തന്നെ ചെതുമ്പൽ ഇല്ലാത്ത മീനുകൾക്കും ചില ടെട്രാ വെറൈറ്റിയിൽ പറ്റ മീനുകൾക്ക്, അതായത് കാറ്റ് ഫിഷ്, അത്തരം മീനുകൾക്കൊക്കെ, അതായത് ചെതുമ്പൽ ഇല്ലാത്ത മീനുകളുടെ ശരീരത്തിൽ പൊള്ളലേൽക്കാൻ അല്ലെങ്കിൽ ഡാമേജ് വരാൻ സാധ്യതയുണ്ടെന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോഴാണ് ഞാൻ ഓൺലൈനിൽ മാലക്കൈറ്റ് ഗ്രീനെ കുറിച്ച് ചെക്ക് ചെയ്ത് നോക്കുന്നത്. അപ്പോൾ വളരെ ക്ലിയർ ആയിട്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് മാലക്കൈറ്റ് ഗ്രീൻ തന്നെയാണ് ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത്. ഫംഗി അല്ലെങ്കിൽ പാരസൈറ്റുകൾ ഉണ്ടാക്കുന്ന അസുഖങ്ങളായിട്ടുള്ള ഫംഗസ്, ഇച്ച് അല്ലെങ്കിൽ വൈറ്റ് സ്പോട്ട് ട്രീറ്റ് ചെയ്യാനായിട്ടാണ് പൊതുവെ മെത്തലിൻ ബ്ലൂ യൂസ് ചെയ്യുന്നത്. മെത്തലിൻ ബ്ലൂ അല്ലാതെ ഈ സെയിം സംഭവങ്ങൾക്ക് ട്രീറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന 2 കെമിക്കൽസ് ആണ്, ഒന്ന് മാലക്കൈറ്റ് ഗ്രീനും 2 ഫോർമാലിൻ എന്ന് പറയുന്നത്. മെത്തലിൻ ബ്ലൂ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇതിൻ്റെ പൊട്ടൻസി വളരെ കൂടുതലാണ്. മെത്തലിൻ ബ്ലൂ ഒരു തരത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് മൈൽഡ് ആണ്, അതേസമയം മാലക്കൈറ്റ് ഗ്രീൻ എന്ന് പറയുന്നത് കുറച്ച് ടോക്സിക് ആണ്, ഹൈലി പൊട്ടൻ്റ് ആണ്. അതുകൊണ്ടാണ് ടോക്സിക് എന്ന് പറയുന്നത്. ഒരു പരിധി കൂടുതൽ നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് മീനുകൾക്ക് ടോക്സിക് ആണ്. അതുകൊണ്ട് ഇതിൻ്റെ പുറകിൽ കൃത്യമായിട്ട് തന്നെ അവർ എഴുതിയിട്ടുണ്ട് ഇത് യൂസ് ചെയ്യുമ്പോൾ സൂക്ഷിച്ച് വേണം യൂസ് ചെയ്യാൻ, ഓവർ ഡോസ് ഒന്നും കൊടുക്കരുതെന്ന്.
അപ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്ക് ഏകദേശം കൺഫേം ചെയ്യാൻ പറ്റുന്നുണ്ട് ഇതിനകത്ത് അവർ യൂസ് ചെയ്തിട്ടുള്ളത് മാലക്കൈറ്റ് ഗ്രീൻ ആണെന്നുള്ളത്. ആ ടോക്സിസിറ്റിയുടെ ആ സംഭവം, അതുപോലെ തന്നെ ഇതിൻ്റെ കളറും, പിന്നെ ഇത് ഏത് ഡിസീസിന് വേണ്ടിയിട്ടാണ് ട്രീറ്റ് ചെയ്യേണ്ടതെന്നുള്ളത് കൂടി ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓൾമോസ്റ്റ് കൺഫേം ചെയ്യാൻ പറ്റുന്നുണ്ട് ഇതിനകത്തുള്ളത് മാലക്കൈറ്റ് ഗ്രീൻ ആണെന്നുള്ളത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഫംഗൽ ഇൻഫെക്ഷൻ, ഇച്ച്, വൈറ്റ് സ്പോട്ടൊക്കെ ഒരു നോർമൽ ആയിട്ടുള്ള രീതിയിൽ അല്ലെങ്കിൽ ഒരു ബിഗിനിങ് സ്റ്റേജിലൊക്കെയാണ് സീരിയസ് ആയിട്ട് മീനുകളെ ബാധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ മിസ്റ്റർ ബ്ലൂ യൂസ് ചെയ്യാം. അത് സീരിയസ് ആയിട്ട് ബാധിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ മിസ്റ്റർ ഗ്രീൻ യൂസ് ചെയ്യാം. കണ്ടില്ലേ, ഇങ്ങനെയൊക്കെ നമുക്ക് അത് തരംതിരിച്ചറിയണമെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് ഇതിനകത്ത് എന്താണ് ഉള്ളതെന്ന് അറിഞ്ഞാൽ മാത്രമാണ് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. കാരണം നിങ്ങൾ മിസ്റ്റർ ബ്ലൂവിൽ കണ്ടില്ലേ, അതിനകത്ത് നിങ്ങൾക്ക് ഫംഗസ്, ഇച്ച്, വൈറ്റ് സ്പോട്ടിന് യൂസ് ചെയ്യാം. മിസ്റ്റർ ഗ്രീൻ ആണെന്നുണ്ടെങ്കിലും ഫംഗസ്, ഇച്ച്, വൈറ്റ് സ്പോട്ടിന് യൂസ് ചെയ്യാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ വിചാരിക്കും ഏതെങ്കിലും ഒന്ന് വാങ്ങിയാൽ പോരെ, എന്തിനാണ് രണ്ടും വാങ്ങുന്നത്. പക്ഷേ ഇതിനകത്ത് എന്താണെന്ന് കൃത്യമായിട്ട് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ കൃത്യമായിട്ടുള്ള ആവശ്യത്തിനനുസരിച്ച് ഇത് യൂസ് ചെയ്യാം. നേരത്തെ പറഞ്ഞതുപോലെ, അതായത് മൈൽഡ് ആയിട്ടുള്ള ഇൻഫെക്ഷൻ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് മിസ്റ്റർ ബ്ലൂ യൂസ് ചെയ്യാം. കുറച്ച് സീരിയസ് ആയിട്ടുള്ള ഇൻഫെക്ഷൻ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് മിസ്റ്റർ ഗ്രീൻ യൂസ് ചെയ്യാം. അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും കൺഫ്യൂഷൻ വരും. വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കുക, നമ്മൾ തീർച്ചയായിട്ടും റിപ്ലൈ തരുന്നതായിരിക്കും.